ഹലോ ഗൈസ്, എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ അഖിൽ സതീഷ് ആൻഡ് വെൽക്കം ടു അഖിൽ സതീഷ് വേൾഡ്. ആദ്യം തന്നെ വലിയൊരു കൺഗ്രാറ്റുലേഷൻ ഈ വീഡിയോ കാണുന്ന എഞ്ചിനീയറിംഗ് പഠിക്കാൻ വേണ്ടി പോകുന്ന സ്റ്റുഡൻസിന്. കാരണം നിങ്ങൾ പ്രൊഫഷണൽ കോളേജ് സ്റ്റുഡൻസായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. കീം എന്ന് പറയുന്ന വലിയൊരു കടമ്പ കഴിഞ്ഞ് പല അലോട്ട്മെന്റുകൾ വഴി കടന്നുപോയി റാങ്ക് ലിസ്റ്റിലൂടെയൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ നിങ്ങൾ അഡ്മിഷൻ എടുത്തിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുകയാണ്. അതുകൊണ്ടായിരിക്കണം നിങ്ങൾ ഈ ഒരു വീഡിയോയിൽ ക്ലിക്കും ചെയ്തത്. ബിടെക്കിന്, അതായത് ഒരു പ്രൊഫഷണൽ കോഴ്സിന് ഏതൊക്കെ തരത്തിലുള്ള സ്കോളർഷിപ്പ് കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ ഇനി കളക്ടർമാരുടെ അവധി നോക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകിച്ച് നോക്കണം, പ്രൊഫഷണൽ കോളേജുകൾക്ക് അവധി ഉണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് അവധി കിട്ടുന്നത്. ഓക്കെ, ആ രീതിയിൽ നിങ്ങൾ പ്രൊഫഷണൽ കോളേജ് സ്റ്റുഡൻസ് ആണ്. അപ്പോൾ നമ്മൾ ഈ പറയുന്ന പോലെ തന്നെ KTUവിൻ്റെ അണ്ടറിലാണ് എങ്കിൽ കംപ്ലീറ്റ് സ്റ്റഡി മെറ്റീരിയൽസും അവൈലബിൾ ആണ്. ഈ കാണുന്ന പോലെ നമ്പറിൽ കോൺടാക്ട് ചെയ്താലും മതി. നമുക്ക് അടുത്തേക്ക് വരാം. ബിടെക് പഠിക്കുന്ന കേരളത്തിൽ ബിടെക് ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട 4-5 സ്കോളർഷിപ്പിന്റെ ലഘു വിവരണം, ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ ആണ് ഈ ഒരു വീഡിയോ. അപ്പോൾ ഇതിന്റെ ഡേറ്റുകൾ വരുന്ന മുറയ്ക്ക് അല്ലെങ്കിൽ ഇതിന്റെ ബാക്കി നോട്ടിഫിക്കേഷൻസും ആപ്ലിക്കേഷൻ പ്രൊസീജിയേഴ്സും ഒക്കെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തും. അപ്പം ഇത് മനസ്സിലാക്കി വെച്ചേക്കാം. അതിലൊന്നാമത്തേത് എടുത്തു പറയേണ്ടത് AICTE തന്നെ നൽകുന്ന സ്കോളർഷിപ്പ് സ്കീമുകളാണ്. അപ്പോൾ ഓൾ ഇന്ത്യ ടെക്നിക്കൽ കൗൺസിലാണ്. അപ്പോൾ ഇവർ തന്നെ 3-4 സ്കീമുകളുണ്ട്. പക്ഷെ എല്ലാവർക്കും ഇത് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആർക്കൊക്കെയാണ് കിട്ടുന്നത്? +2 കഴിഞ്ഞ് പ്രൊഫഷണൽ കോളേജുകളുടെ കീഴിൽ AICTE സ്ഥാപനങ്ങളുടെ കീഴിൽ, അതായത് പ്രധാനമായിട്ടും ബിടെക് ഒക്കെ അതിൽ വരുന്നതാണ്. അതുകൂടാതെ ഡിപ്ലോമ, ITI ഉൾപ്പെടെ അപേക്ഷിക്കാം. അങ്ങനെയുള്ളവർക്ക് പ്രഗതി സ്കോളർഷിപ്പ് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ സാന്ത്വൻ സ്കോളർഷിപ്പ് കൊടുക്കുന്നുണ്ട്. സാക്ഷ്യം, ഈ 3 രീതിയിലുള്ള സ്കോളർഷിപ്പ് കൊടുക്കുന്നുണ്ട്. പലതരത്തിലുള്ള സ്കീമുകൾക്കാണ്. ചിലത് പെൺകുട്ടികൾക്ക് മാത്രമാണ്, ചിലത് ഈ പറയുന്ന പോലെ ഇൻകം റേഞ്ചിൽ വരുന്നതാണ്, ചിലത് ഫിസിക്കലി ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികൾക്കാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, AICTE സ്കോളർഷിപ്പ് കൊടുക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കാം. ഇനി ഗവൺമെന്റ് റിലേറ്റഡ് നിങ്ങൾക്ക് അറിയാം, ഓൾറെഡി ഈ പറയുന്ന ഗ്രാൻസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഡിസ്ട്രിക്ട് മെറിറ്റ് സ്കോളർഷിപ്പ്, അതായത് +2 കഴിഞ്ഞിട്ട് വരുന്ന ഈ സ്കോളർഷിപ്പുകൾ പൊതുവായിട്ട് പ്രൊഫഷണൽ കോളേജ് വിദ്യാർത്ഥികൾക്കും അപേക്ഷിക്കാൻ പറ്റുന്നതാണ്. പക്ഷെ ഞാൻ ഇനി പറയാൻ പോകുന്ന സ്കോളർഷിപ്പുകൾ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. തീർച്ചയായിട്ടും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. നിങ്ങൾക്ക് വളരെ വലിയ രീതിയിലുള്ള സാമ്പത്തിക സഹായം ഞാൻ ഈ പറയുന്ന സ്കോളർഷിപ്പ് മുഖേന കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിൽ ആദ്യത്തെ സ്കോളർഷിപ്പ് എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ SBI ആശ ഫൗണ്ടേഷൻ സ്കോളർഷിപ്പാണ്. അതിൽ തന്നെ പ്രൊഫഷണൽ കോളേജുകൾക്ക് വേണ്ടിയുള്ള സെപ്പറേറ്റ് സ്ലാബ് ഉണ്ട്. അവിടെ 1,50,000 രൂപ വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതുവഴി നിങ്ങൾക്ക് കിട്ടും. SBI ആശ സ്കോളർഷിപ്പ് ഫോർ പ്രൊഫഷണൽ സ്കൂൾസ് കോളേജ് സ്റ്റുഡൻസ് എന്ന് പറയുന്നതാണ്. then അടുത്തത് ഈ പറയുന്ന പോലെ ഫെഡറൽ ബാങ്കിന്റെ ഹോർമിസ് മെമ്മോറിയൽ സ്കോളർഷിപ്പ് ആണ്. ഇതുവഴി 40,000 രൂപ വരെ പ്രൊഫഷണൽ കോളേജ് സ്റ്റഡിക്കും അതുപോലെ തന്നെ ഫ്രീ ലാപ്ടോപ്പും നിങ്ങൾക്ക് പഠിക്കുന്ന സഹായത്തിനായി കിട്ടും. അത് ഫെഡറൽ ബാങ്കാണ് നൽകുന്നത്. ഇത് കൂടാതെ IDFC ഫസ്റ്റ് ബാങ്ക് സ്കോളർഷിപ്പും അതും ബിടെക് സ്റ്റുഡൻസിന്. ഞാൻ ഈ പറഞ്ഞു പോകുന്നതെല്ലാം പേരുകളാണ്, ഇത് ഉടനെ തന്നെ വിളിക്കാൻ പോകുന്ന സ്കോളർഷിപ്പുകളുമാണ്. അതുപോലെ ആമസോൺ ഫീച്ചർ സ്കോളർഷിപ്പ് എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന ഒന്നാണ്. ഇനി എനിക്ക് പേഴ്സണലി കിട്ടിയ ഒരു സ്കോളർഷിപ്പാണ് മലയാളി എഞ്ചിനീയറിംഗ് അസോസിയേഷൻ. നോർത്ത് അമേരിക്കയിലുള്ള മലയാളികൾ, അതായത് എഞ്ചിനീയേഴ്സ് ആയിട്ട് മലയാളി അസോസിയേഷൻ ടോപ്പ് കോളേജുകളിൽ അഡ്മിഷൻ കിട്ടിയ കുട്ടികൾക്ക് വേണ്ടി കൊടുക്കുന്ന സ്കോളർഷിപ്പാണ് MEA, മലയാളി എഞ്ചിനീയറിംഗ് അസോസിയേഷൻ സ്കോളർഷിപ്പാണ്. ഇത് കൂടാതെ തന്നെ അതാത് കോളേജ് പ്രൊവൈഡ് ചെയ്യുന്ന ചില സ്കോളർഷിപ്പുകളുണ്ട്. ഇനി ഇവിടെ എടുത്തു പറയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട സ്കോളർഷിപ്പ് എന്ന് പറയുന്നത് എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾ, അതായത് പല രീതിയിലുള്ള ആസ്പിറേഷൻസ് ഉള്ള സ്കോളർഷിപ്പുകൾ അപേക്ഷിക്കാൻ നിങ്ങൾക്ക് പറ്റും. അതിൽ തന്നെ FFE എന്ന് പറയുന്ന ഒരു സ്കോളർഷിപ്പ് ഉണ്ട്. അതായത് വാർഷികമായിട്ട് ഏകദേശം 50,000 അടുത്ത് മാസാമാസം കിട്ടുന്ന ഒരു സ്കോളർഷിപ്പാണ്. ഫണ്ട് ഫോർ ഫൗണ്ടേഷൻ എക്സലൻസ്, അതായത് FFE എന്ന് നിങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കി, ഫണ്ട് ഫോർ ഫൗണ്ടേഷൻ എക്സലൻസ് എന്നുള്ള ഒരു സ്കോളർഷിപ്പാണ് FFE സ്കോളർഷിപ്പ്. ഇത് കൂടാതെ പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പുകളെല്ലാം ഗവൺമെന്റ് നൽകുന്ന സ്കോളർഷിപ്പാണ്. ഞാനിവിടെ പറഞ്ഞത് വളരെ ചെറിയ അല്ലെങ്കിൽ ചുരുങ്ങിയ ഈ പറഞ്ഞ പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്സിന്റെ സ്കോളർഷിപ്പാണ്. ഇതുപോലെ ഇൻഡസിൻഡ് ബാങ്ക് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഓൾറെഡി SBI ഫെഡറൽ ബാങ്ക് പറഞ്ഞു. ഇതുപോലെ തന്നെ ഒരുപാട് റിലയൻസും ജിയോയും ചേർന്ന് എഞ്ചിനീയറിംഗ് പഠിക്കുന്ന സ്റ്റുഡൻസിന് സ്കോളർഷിപ്പ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എയർടെൽ ഭാരതി സ്കോളർഷിപ്പ് ഈ പറയുന്ന പോലെ ട്യൂഷൻ ഫീ കവർ ചെയ്യുന്ന സ്കോളർഷിപ്പാണ്. മക്കളെ ഈ രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് സ്കോളർഷിപ്പുകൾ, അതായത് ഒരു കുട്ടിക്ക് അറ്റ്ലീസ്റ്റ് ഒരു സ്കോളർഷിപ്പെങ്കിലും കിട്ടുന്ന തരത്തിൽ അത്രമാത്രം സ്കോളർഷിപ്പുകളുണ്ട്. ഞാൻ ഈ പറയുന്ന പ്രധാനമായിട്ട് ഗവൺമെന്റ് കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് 100% ഉറപ്പാണ്. അല്ലാത്തവർ ജസ്റ്റ് ഒന്ന് ഇത്തരത്തിൽ റിസർച്ച് ചെയ്ത് കണ്ടുപിടിക്കേണ്ടതായിട്ട് വരും. നിങ്ങളുടെ മാർക്ക്, നിങ്ങളുടെ ഫാമിലി ഇൻകം, നിങ്ങളുടെ റിസർവേഷൻ, ഇതൊക്കെ അനുസരിച്ച് സ്കോളർഷിപ്പുകൾ വേരി ചെയ്യും. എന്തായാലും ഏറ്റവും പുതിയ വാർത്തകൾക്ക് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോ. പുതിയ സ്കോളർഷിപ്പ് അപ്ഡേറ്റുകൾ നിങ്ങളുടെ മുന്നിലേക്ക് കൃത്യസമയത്ത് എത്തിച്ചിരിക്കും. നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്നും കുറെ ഉറപ്പാണ്, ഏറെക്കുറെ 100% ഉറപ്പാണ്. സോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക, മാക്സിമം ഫ്രണ്ട്സിലേക്ക് എത്തിക്കുക. അഡ്മിഷൻ കിട്ടിയ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ഞാൻ ഈ പറഞ്ഞ നോട്ടിന്റെ കാര്യം മറക്കണ്ട, ജസ്റ്റ് ഒന്ന് കൺസിഡർ ചെയ്യുക. ആവശ്യമുള്ളവർ മാത്രം ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്യുക.